ശനിദോഷത്തിന് ശനീശ്വര ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രങ്ങളിലോ ഹനുമാൻ സ്വാമിക്കോ പരമശിവനോ വഴിപാട് നടത്തുന്നത് ഉത്തമം. എള്ളുതിരി കത്തിക്കുകയും ശനിഗ്രഹത്തെ കറുപ്പ് വസ്ത്രം ചാർത്തുകയും ശനിയാഴ്ച വ്രതം എടുക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ശനിദോഷത്തിനുള്ള പരിഹാരമാണ്. നീല കറുപ്പ് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. ഇന്ദ്രനീല രത്നം ധരിക്കുകയും ശബരിമല പോലുള്ള ക്ഷേത്രം ദർശനം നടത്തുകയും നല്ലതാണ്. തീർത്ഥയാത്രകൾ, വനവാസം ഒക്കെ നമ്മുടെ ശനിദോഷത്തെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ ഉദിക്കുന്ന രാശിയുടെ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 1, 4, 7, 10 ഭാഗങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടക ശനി എന്ന് പറയുന്നത്. കേന്ദ്ര ചതുഷ്ടയ കണ്ടക സംജ്ഞ ലഗ്നാസ്ത ദശചതുർത്ഥനാം എന്ന നിയമപ്രകാരം ജാതകത്തിലെ ലഗ്നം 4, 7, 10 എന്നീ ഭാഗങ്ങളായാണ് കണ്ടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ ശനി വരുന്ന കാലത്തെ കണ്ടക ശനി എന്ന് പറയുന്നത്. കണ്ടക ശനി സാധാരണഗതിയിൽ 2.5 വർഷമാണെന്ന് പറയപ്പെടുന്നു. 7 ശനി 7.5 വർഷക്കാലം. ഇത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12, 1, 2 3 രാശികളുടെ ശനി സഞ്ചരിക്കുന്ന കാലത്താണ്. ശനിദോഷകാലം 19 വർഷമാണ്. ജാതകത്തിൽ ശനി അനുകൂലമായ രാശിയിലായാൽ നല്ലതും മറിച്ചായാലും മോശമാകും. ശനിദശ എന്നത് എല്ലാവരെയും പേടിക്കേണ്ട കാര്യമില്ല. പല നല്ല കാര്യങ്ങളും ശനി നൽകും. വിദേശത്ത് പോകാനും പുതിയ വീട് വാങ്ങാനും നിർമ്മിക്കാനുമൊക്കെ ഈ ദശ നല്ലതാണ്.